പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയുടെ കേരളത്തിലുള്ള ബുക്കിംഗ് എന്നാണെന്ന് അറിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ വലിയ സാമ്പത്തിക വിജയം പിന്നെയും നേടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ദിലീപും ധനഞ്ജയ് ശങ്കറും വീണ്ടും ഒന്നിക്കാൻ പോവുകയാണ്. അപ്ഡേറ്റ്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ വിശദീകരിച്ച് കേൾക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിലെത്തുന്ന സിനിമയാണല്ലോ പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയുടെ കേരള ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 28 ബുക്കിംഗ് തുടങ്ങുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊരു ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ള വാർത്തകളൊന്നും അല്ലെങ്കിൽ കൂടെ നമ്മുടെ ഒരു ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 28 അല്ലെങ്കിൽ 29 ആയിരിക്കും കേരളത്തിലുള്ള പേട്രിയറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ആക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഫാൻ ഷോ ഇപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. ഇനി തലേന്ന് ഇനി ഉണ്ടെന്ന് പറഞ്ഞു വരുമോ എന്ന് അറിയില്ല. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം പേട്രിയറ്റ് എന്ന സിനിമയ്ക്ക് ഫാൻ ഷോ ഉണ്ടാകില്ല, റെഗുലർ ഷോ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു സാമ്പത്തിക വിജയം നേടിയതാണല്ലോ. ഇതാ ഇപ്പോൾ പുതിയ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പനോരമ സ്റ്റുഡിയോസ് വീണ്ടും 100 കോടി രൂപ കൊടുത്തിട്ട് സ്വന്തമാക്കിയ വിവരം അങ്ങനെ എന്തോ ഒരു റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ വലിയ രീതിയിൽ സാമ്പത്തിക വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സിനിമ തിയേറ്ററുകളിലേക്ക് ഇറക്കി വിട്ടാൽ മാത്രം മതി. അപ്പോൾ വലിയൊരു സാമ്പത്തിക വിജയമാണ് നേടിയിട്ടുള്ളത്. ഇത് മലയാള സിനിമയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ദൃശ്യം 3ക്ക് ഒരു വലിയൊരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ തെലുങ്ക് റിലീസ് ഈ അടുത്താണല്ലോ പുറത്തിറങ്ങിയത്. ഈ സിനിമയുടെ തെലുങ്ക് റിലീസിന് നല്ല റെസ്പോൺസും പോസിറ്റീവും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 260-270 കോടി റേഞ്ചിൽ ഫൈനൽ ബോക്സ് ഓഫീസായി വാഴ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കൂ. അടുത്തത് ബബ്ബബ്ബ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ധനഞ്ജയ് ശങ്കറും ദിലീപും ഒന്നിക്കാൻ പോവുകയാണ്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതുന്നത് വിനീത് ശ്രീനിവാസനാണ്. ഈ സിനിമ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ധ്യാൻ ശ്രീനിവാസനാണ്. അപ്പോൾ വീണ്ടും ഒരു സിനിമ ഒന്നിക്കുകയാണ്. നല്ല സിനിമയായി വരട്ടെ എന്ന് പറയുകയാണ്. ഇന്നത്തെ അപ്ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.